പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇത് ഏതാണ് ഈ ഒരു പുതിയ മുഖം? അപ്പോൾ ആദ്യം തന്നെ മിസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിസ്സിൻ്റെ പേര് ദിൽഷ എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഷോർട്സിലൂടെയൊക്കെ മിസ്സിനെ കണ്ടിട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മിസ് ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഈ വർഷം സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ മിസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മറക്കണ്ട, ദിൽഷ മിസ് ആണ്. നിങ്ങൾക്ക് മിസ്സിനെ ദിലു മിസ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ വർഷം മുഴുവൻ, അടുത്ത വർഷവും 7th-ലും 8th-ലും 9th-ലും 10th-ലും ഒക്കെ നിങ്ങളുടെ കൂടെ ഇനി ദിൽഷ മിസ് കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മിസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് നമ്മളുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വെക്കേഷൻ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു 2 months നമുക്ക് പഠനവുമായിട്ട് യാതൊരു ബന്ധവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ മോശമായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഇരുന്ന് പഠിക്കണം എന്നൊന്നും മിസ് പറയുന്നില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി എൻ്റെ കുട്ടികൾ ശ്രമിക്കാം. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറേ ദിവസം നിങ്ങൾ എഴുതാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാനുള്ള അഥവാ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കെങ്കിലും, അതായത് ഈ ഒരു സമയങ്ങളിൽ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലേ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കുക. വെറുതെ എന്തെങ്കിലും എഴുതിയാൽ മതി, ഒരു പ്രശ്നവുമില്ല, ഇന്നത് എഴുതണം എന്നൊന്നുമില്ല. ബട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പഴയ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഒരു 5 minutes 10 minutes ഒക്കെ നിങ്ങളൊന്ന് ചുമ്മാ എഴുതി നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് അടിപൊളിയാവും. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 6th-ലാണല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സിലബസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്, പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉള്ളിലുണ്ടാവും അല്ലേ? അയ്യോ, ഇതൊന്നും എനിക്ക് അറിയില്ല, സ്കൂളിലെ ടീച്ചർ അല്ലെ പറഞ്ഞു തരുന്നത് മനസ്സിലാവുമോ എന്ന് പോലും അറിയില്ല. അപ്പം എങ്ങനെയാണ് എനിക്ക് 6th-ൽ നിങ്ങളുടെ ക്ലാസ് ടോപ്പർ അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റുക? അങ്ങനത്തെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ട് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6th-ലെ ടെക്സ്റ്റ് ബുക്ക് ഉടനെ തന്നെ വരും അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം 5th-ലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ എക്സാം വിന്നറിന് ബാച്ചുകളില്ല എന്നുള്ളത് അല്ലേ? അപ്പം പുതിയ സിലബസ് വരും, പുതിയ കാര്യങ്ങൾ പഠിക്കണം. സ്കൂളിൽ പോയിട്ട് ആദ്യം പഠിപ്പിക്കുമ്പോൾ ഒന്നും അറിയാതെ നമ്മൾ പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് സൂപ്പർ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാം വിന്നർ ഉണ്ട്. എക്സാം വിന്നറിൻ്റെ യുവ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ബാച്ചസ് ഒക്കെ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ബേസിക് ആയിട്ട്, ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞില്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നൽകുന്നുണ്ട്. അതായത് ബ്രിഡ്ജ് ക്ലാസ്സുകളിലൂടെ ബേസിക് സയൻസിലും മാത്സും ഒന്നും അറിയാത്ത കുട്ടികൾക്ക് അവരുടെ ബേസിക് 6ാം ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പഠിക്കും. ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിഞ്ഞാൽ ചാപ്റ്ററും നമ്മൾ പഠിക്കും. സോ സ്കൂളിലേക്ക് തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ പഠിച്ചിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടെ എക്സാമിന് പോവാം. എക്സാമിനല്ല, നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ, എങ്ങനെയാണ് നമ്മുടെ യുവ ബാച്ചിൽ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു, എന്താണ് നമ്മുടെ യുവ ബാച്ചിൽ നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അതൊന്ന് മിസ് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ബാച്ചാണ് നമ്മുടെ യുവ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യുവ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവായിട്ട് ക്ലാസ് എടുത്ത് തരും. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ദിൽഷ മിസ്സും ATR മിസ്സും ഉണ്ടായിരിക്കും. അതേപോലെ ബേസിക് സയൻസിനും എല്ലാത്തിനും, മാത്സിനാണെങ്കിൽ വർഷ മിസ് ഉണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ക്ലാസ് എടുക്കും. ഇനി അതിൻ്റെ തന്നെ ടീച്ചേഴ്സ് എഴുതിയ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. സോ നോട്ട്സ് പോലും ഉണ്ടാക്കേണ്ട അല്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് പഠിച്ചാൽ മതി. അതിനുശേഷം ഓരോ ചാപ്റ്ററിൽ നിന്നും, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ, പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, പക്ഷേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ വർക്ക്ഷീറ്റ് വഴി എൻ്റെ കുട്ടികൾക്ക് തരും. അതിനുശേഷം
ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസ് നടത്തും. അതായത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്റർ എനിക്ക് അറിയില്ലേ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കറിയാം ഓൺ എക്സാം വരും, ക്രിസ്മസ് എക്സാം വരും, ഫൈനൽ എക്സാം വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ എക്സാമിന് മുമ്പ് മോഡൽ എക്സാംസ് നടത്തും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. സ്കൂളിൽ പോകുമ്പോൾ ഫുൾ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാവാൻ എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിലെ തന്നെ ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ ഭാഗമാവാൻ എൻ്റെ കുട്ടികളെ എല്ലാവരെയും ദിൽഷ മിസ് ക്ഷണിക്കുകയാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, അതേ താഴെ കാണുന്ന നമ്പർ കണ്ടോ, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഒരു വർഷത്തേക്കുള്ള ഫീസാണ് കേട്ടോ ഈ 2499 എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്ക് ക്ലാസ് 6ൻ്റെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രൈസിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ അഡ്മിഷൻ സെറ്റാക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.